കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്റ്റുഡൻസിന്റെ ലൈഫിൽ ടീച്ചേഴ്സിന്റെ റോളിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. അപ്പം അതിനുശേഷം കുറച്ച് പേര് എന്നെ വിളിച്ചിട്ട് നല്ല നല്ല കമന്റ്സ് ഒക്കെ തന്നിരുന്നു. അപ്പം അവർ വേറെ പറഞ്ഞ കാര്യം വെച്ചാൽ ഇതിന്റെ ഈ വീഡിയോയിൽ കോണ്ടാക്ട് നമ്പർ ഇല്ലാത്തതിനെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പം ഈ വീഡിയോയിൽ കോണ്ടാക്ട് നമ്പർ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പം മോട്ടിവേഷൻ അങ്ങനത്തെ സെഷന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം. പിന്നെ ഈ സ്റ്റുഡൻസിന്റെ കാര്യം പറയുമ്പോൾ സ്റ്റുഡൻസിനായിട്ടുള്ള സെഷൻ കഴിയുമ്പോൾ പല സ്ഥലത്തും സ്റ്റുഡൻസിന്റെ ഇന്ററാക്ഷൻ കഴിയുമ്പോൾ അവർ ചോദിക്കുന്ന ഡൗട്ട്സ്, അവരുടെ മനസ്സിലുള്ള ഡ്രീംസ് ഒക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ ഒരു +2 ഒരു സ്റ്റുഡൻസിന് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു +2 സ്റ്റുഡൻറ് എന്നോട് ക്ലാസിന്റെ ലാസ്റ്റിൽ എന്നോട് ഒരു ഡൗട്ട് ചോദിച്ചു. അവർ ഡ്രീം പറഞ്ഞു. ഒരു പെൺകുട്ടിയായിരുന്നു. ഒരു ഡ്രീം പറഞ്ഞു. എന്നോട് സാർ ഇത്ര നേരം ഒരു വർഷം കടലാസ് ഇല്ലാതെ ഒന്നും നോട്ട് ചെയ്യാതെ ഒരു 3 മണിക്കൂർ 2.5 മണിക്കൂർ സംസാരിച്ചില്ലേ, അതുപോലെ എനിക്ക് ഇന്ററപ്ഷൻ ഇല്ലാതെ ഒരു പ്ലാങ്ക് ആവാതെ ഒരു 2.5 മണിക്കൂർ സംസാരിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അതുപോലെ സംസാരിക്കാൻ എന്താ വഴിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കുട്ടീൻ്റെ മുഖത്ത് കുറച്ച് ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പറയാം. അപ്പോൾ സ്റ്റുഡൻസിനോട് എല്ലാവരോടായിട്ട് ഞാൻ ഒരു കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ മെയിൻ കാരണം ഞാൻ അവരോട് ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് മോട്ടിവേഷൻ സെഷൻ ഞാൻ അവരോട് ഷെയർ ചെയ്തു. എൻ്റെ ഫസ്റ്റ് മോട്ടിവേഷൻ സെഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. ശരിക്കും അതിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് 15 years ago. അതിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുത്തേനെ. ശരിക്കും ഒരു സിംഗിൾ ലൈനിൽ പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഡിസാസ്റ്റർ, റിയൽ ഡിസാസ്റ്റർ. മലയാളത്തിലാണ് ശരിക്കും പറയാൻ പറ്റുക. അതൊരു ദുരന്തമായിരുന്നു എന്നുള്ളതാണ്. അത് 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊരു മോട്ടിവേഷൻ സെഷൻ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പൊ ഞാനത് ആക്സിഡന്റലി എടുക്കേണ്ടി വന്നതാണ്. കാരണം ഹു വാസ് സപ്പോസ് ടു ഡു ദാറ്റ്, അത് ചെയ്യാൻ നമ്മൾ നിയോഗിച്ച ഒരാള്, മോട്ടിവേഷൻ സ്പീക്കർ ഫ്രം കാലിക്കറ്റ്, അയാൾക്ക് അന്ന് വരാൻ പറ്റില്ല എന്ന് അയാൾ തലേന്ന് വൈകുന്നേരം വിളിച്ചു പറഞ്ഞ് ആക്സിഡന്റ് ആയതാണ്. അപ്പൊ ഒരു വഴിയില്ല, അയാൾക്ക് വരാൻ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. പിന്നെ വേറെ വഴിയില്ലാതെ ഫ്രണ്ട്സൊക്കെ നിർബന്ധിച്ചപ്പം ഞാൻ അന്ന് PSC ബാങ്കിന്റെ ഒക്കെ ഇംഗ്ലീഷിന്റെ ട്രെയിനറായിരുന്നു. കുറച്ച് ആൾക്കാർ ക്ലാസ് എടുക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ അതങ്ങ് ഏറ്റെടുത്തതാണ്. മീൻസ് എൻ്റെ പ്രശ്നം മൈക്കായിരുന്നു. മൈക്ക് ഉപയോഗിച്ച് ഞാൻ അതുവരെ ക്ലാസ് എടുത്തിട്ടേ ഇല്ല. ഒരു 19 പേർക്കല്ലാണ്ട് അതിൽ കൂടുതൽ അവർക്ക് ക്ലാസ് എടുത്തിട്ടില്ല. ഇതൊരു 200 സ്റ്റുഡൻസ് ആൻഡ് ദർ പാരൻസ്, അവർക്കാണ് ക്ലാസ് എടുക്കേണ്ടത്. അപ്പം അത്ര സമയമില്ലായിരുന്നു. ഞാൻ രാവിലെ 2 മണി വരെ പ്രിപ്പയർ ചെയ്തു. പിന്നെ കുറേ ചെറിയ ചെറിയ കഷ്ണം കടലാസിൽ നമ്മൾ കുറേ നോട്ട്സ് ഒക്കെ എഴുതി കീശയിലൊക്കെ റെഡിയാക്കി ഇതാണ് ക്ലാസ്സിന് പോയത്. ക്ലാസ് അങ്ങോട്ട് എൻ്റർ ചെയ്യുമ്പോൾ ക്ലാസ്സിലേക്ക് ആ ഹാളിലേക്ക് കിടക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയതാണ്. ഒരു 400 ആള് പാക്ഡ് ആണ് ഹാള്. 400 ആളുണ്ടായിരുന്നു. 200 കുട്ടികളും അവരുടെ പാരൻസ് ഉണ്ടായിരുന്നു. അവരെ 400 ആളെ കാണുമ്പോഴത്തേക്ക് തന്നെ എല്ലാ കോൺഫിഡൻസും പോയി. ഒരു 800 ഐസ് വേർ സ്റ്റെയറിങ് അറ്റ് മീ ആസ് ഇഫ് ഐ കെയിം ഫ്രം അനദർ പ്ലാനറ്റ്. വേറെ ഒരു പ്ലാനറ്റിൽ നിന്ന് ഒരാൾ വന്ന പോലെ 800 കണ്ണുകൾ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഇപ്പൊ രാവിലെ കഴിച്ച എല്ലാ സാധനങ്ങളും ഫുഡ് സ്റ്റെപ്സ് ഒക്കെ താഴോട്ട് പോകാൻ തുടങ്ങി. അപ്പം ഒരു ഡയസ് ഉണ്ടായിരുന്നു. ഡയസിൽ മൈക്ക് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡയസ് ഫിറ്റ് ചെയ്ത് ആ മൈക്ക് ഫിറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് ഞാൻ അതിന്റെ നേരെ ബാക്കിൽ നിന്ന് ഞാൻ തലേന്ന് ബൈ ഹാർട്ട് പഠിച്ചതൊക്കെ ഐ വാസ് ലിറ്ററലി വോമിറ്റിംഗ് ബട്ട് ഐ ബൈ ഹാർട്ട് ദ പ്രീവിയസ് ഡേ. സെഷനൊക്കെ കഴിഞ്ഞു. അപ്പൊ സെഷന്റെ ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ച കാര്യം എന്ന് വെച്ചാൽ, ദൈവമേ ഒരാളും എന്നോട് ഡൗട്ട് ചോദിക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ബിക്കോസ് ഡൗട്ട് ചോദിച്ചതിനെ കുഴഞ്ഞു പോകുമായിരുന്നു. അത് കഴിഞ്ഞ് അത് ഇറങ്ങിയപ്പം എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയ പണിയല്ല. മൈക്കെടുത്ത് സംസാരിക്കുന്നത് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ഫോർ മീ. പണ്ട് മുന്നേ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെ മൈക്കിലൂടെ 2-3 മണിക്കൂറൊക്കെ അണമുറിയാതെ ഇങ്ങനെ പ്രസംഗിക്കുന്ന കാണുമ്പോൾ അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. ഭയങ്കര അസൂയോടെ നോക്കി നിന്നിട്ടുണ്ട്. പക്ഷെ ഗ്രാജുവലി എനിക്കൊരു മനസ്സിലൊരു ആഗ്രഹവും വാശിയൊക്കെ ഉണ്ടായിരുന്നു. യങ്സ്റ്റേഴ്സിനോട് ഇന്ററാക്ട് ചെയ്യുക, അവരെ ഡ്രീംസിന്റെ കൂടെ നിൽക്കുക, അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക എന്നൊക്കെ ഒരു ഡ്രീമായിരുന്നു. അപ്പൊ ഞാൻ സ്ലോലി ചെറിയ സെഷൻസ് ഒക്കെ എടുത്തു. പിന്നെ കുറച്ചും കൂടി കോൺഫിഡൻസ് ആയി. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ. ഒന്ന് സ്റ്റേജ് ഫിയർ മാറ്റുക എന്നുള്ളതാണ്. സ്റ്റേജ് ഫിയർ മാറ്റാൻ സ്റ്റേജിന് കയറി തന്നെ വേണം. അതിന് വേറെ വഴികളൊന്നുമില്ല. സ്റ്റേജിൽ കയറി ചിലപ്പോൾ നമ്മൾ കുറവാകും, നാണം കെടും, നമുക്ക് ഉത്തരങ്ങൾ കിട്ടാതെയാവും, നമ്മൾ പറയേണ്ടത് പറയാതെയാവും. പക്ഷെ ഗ്രാജുവലി യു ഗെയിൻ കോൺഫിഡൻസ്.
നമ്മൾ അങ്ങനെ കുറെ യു ലേൺ ഫ്രം യുവർ ഫെയിലിയേഴ്സ് ആണ്, യു ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ്. APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ തന്നെ, സർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ യു ലേൺ ഫ്രം യുവർ മിസ്റ്റേക്സ് ആൻഡ് ഗോ ഫോർവേഡ്. അങ്ങനെയാണ് ഏത് കാര്യവും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു സെക്കൻഡ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റിനെ പറ്റി നമുക്ക് കൃത്യമായ ഒരു കറക്റ്റായ ഒരു ഐഡിയ ഉണ്ടാവണം, അതിനെപ്പറ്റി നോളജ് ഉണ്ടാവണം. നമ്മളൊരു 3 hours ക്ലാസ് എടുക്കണമെങ്കിൽ 5 hours കണ്ടന്റ് നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നാലും നമുക്ക് 3 hours ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. കുറേ കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യുക, ചെറിയ കടലാസിൽ ഒരു നോട്ട് പോലെ എഴുതിയിട്ട് അവിടെ ഡാഷിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് എടുത്ത് നോക്കാം. അങ്ങനെ ഇത് ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ, ഇഫ് ഐ ക്യാൻ ഡു ദിസ്, എനിക്ക് മൈക്ക് എടുത്തിട്ട് ഒരു 100-500 ആളോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇഫ് ഐ ക്യാൻ ഡു ദിസ്, എനിബഡി ക്യാൻ ഡു എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. നത്തിങ് ഇസ് ഇമ്പോസിബിൾ ഇൻ ദിസ് വേൾഡ്. എന്നോട് കുറച്ച് 10-15 കൊല്ലം മുമ്പ് ഇമ്പോസിബിൾ ആയ ഒരു കാര്യം എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന്റെ ഉത്തരം മൈക്ക് എടുത്തിട്ട് 100-500 ആളോട് സംസാരിക്കുക എന്നുള്ളതായിരുന്നു. ബട്ട് ഐ ആം ഡൂയിങ് ദാറ്റ് കംഫർട്ടബിളി നൗ. അതുകൊണ്ടാണ് ഞാൻ ഐ സ്ട്രോങ്ലി ബിലീവ് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം, എവറിത്തിങ് വിൽ ടേക്ക് ടൈം. നമ്മളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ ഒരുപാട് സ്റ്റേജ് കയറിക്കൊണ്ടേയിരിക്കണം. നമ്മൾ സ്റ്റേജ് ഫിയർ മാറ്റാൻ സ്റ്റേജ് കയറി സംസാരിക്കുക എന്നുള്ളതാണ്, വേറെ വഴികളൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ അവർക്ക്, ന്യൂ ജനറേഷൻ കുട്ടികളാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാം. അവർക്ക് 1-2 വർഷം കൊണ്ട് ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ ചെയ്യാവുന്നേ ഉള്ളൂ. So I repeat, if I can do this, anybody can do anything in this world. Okay, practice that again and again and again. Okay, thank you.